NDRF ആൾക്കാരെ അടിച്ചു ഒതുക്കി വെച്ചിരിക്കുന്നത്. നേവിയുടെ ആൾക്കാരെ അടിച്ചു ഒതുക്കി എന്താ കാണിച്ച് 7 ദിവസമായിട്ട് ഇവ ഈ 1 മുതൽ 8 ദിവസം വരെ നേവി വെള്ളത്തിൽ തപ്പി എന്താ കിട്ടി ഇനി കൂടുതൽ ഇതും തപ്പാനാ ഒരു 5 ദിവസം ഞങ്ങൾ വരുന്നത് എന്താ കാണിക്കുക എന്തോ ഹൈഡ് ഔട്ട് ചെയ്യുന്നു മാക്സിമം ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോലും നമ്മൾ ഒരു അന്നപ്പോ തൊട്ട് ഇത് തന്നെയാണ് ആ പയ്യന്റെ ഇത് വെച്ച് ആ കടയുടെ അവിടെ ഒരിക്കലും മണ്ണിട്ട് മൂടാൻ പാടില്ലായിരുന്നു. കുഴൽക്കിണർ വേറെ കുഴൽക്കിണർ മതി, കാരണം നമുക്കത് ഡ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് മെറ്റൽ തട്ടും അതിന്റെ ഇത് കറക്റ്റ് ഓപ്പറേറ്റർ വെച്ച് നമ്മൾ ഓപ്പറേറ്റർ കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ആൾ വെച്ചാൽ അത് മെറ്റലാണോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളത്. ഇത് എത്ര വലിയ പാറയാണെന്ന് തുറന്നു പോയി കറക്റ്റ് മെറ്റൽ പീസ് ആ സ്ഥലത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം റഡാർ വർക്ക് ചെയ്യുന്നില്ല, ജീപ്പ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ വർക്ക് ചെയ്യുന്നില്ല, ഇതൊന്നും വർക്ക് ആവുന്നില്ല. ഇത് ഉത്തരാഖണ്ഡിലേക്ക് സാധനം ഉപയോഗിച്ചതാണത്. ഈ സാധനം മറ്റേ ഡ്രില്ലിങ് വെർട്ടിക്കൽ ഡ്രില്ലിങ്ങിന് വേണ്ടി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എൻ്റെ കൈ കിടപ്പുണ്ട്. അപ്പോൾ ഈ നല്ല ഐഡിയ ആണ്, കാരണം നമുക്ക് വേറെ റഡാർ വർക്ക് ആസ്വദിക്ക് നമുക്ക് ഈ സാധനം വെച്ച് നോക്കിയാൽ പറ്റുള്ളൂ. നമുക്ക് പോസിബിലിറ്റി നോക്കണ്ടേ, ഡൗട്ട് ക്ലിയർ ചെയ്യണ്ടേ, ഒന്നുമില്ല വെറുതെ എന്തായാലും കാട്ടിക്കൂട്ടി പോവല്ല വേണ്ടത്. നമുക്ക് മാക്സിമം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുന്നില്ലേ. ഈ നദിക്കും ഈ റോഡിന് ഇടയിലുള്ള ഭാഗത്ത് അങ്ങനെയുള്ള പരിശോധന ഈ കരഭാഗം ലാൻഡ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ലാൻഡ് ഏരിയ ആണ്, റൈറ്റ് സൈഡ് ലാൻഡ് ഏരിയ ആണ്. ലെഫ്റ്റ് സൈഡ് എന്ത് ചോദിച്ച ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ GPS സിഗ്നൽ ആദ്യം ട്രാക്കിംഗ് ഇത് കിട്ടി. മാത്രമല്ല ഈ വലതുവശത്ത് ഈ നദീതീരത്ത് കിടക്കുന്നതിനേക്കാളും ഈ ചെളിയും ഈ വലിയ കല്ലുകളും എല്ലാം തമ്മിൽ കുറവാണ് അവിടെ. അതുകൊണ്ട് അത് ഫിനിഷ് നമുക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ നോക്കുവാണ് മാക്സിമം. അത് തീർത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനാണ് നിൽക്കുന്നത്. മനസ്സിലായില്ല. അതിൻ്റെ ഒരു ഇപ്പുറത്തെ ശതമാനം ഒരു 80-70% വർക്ക് മാത്രം നടന്നിട്ടുള്ളൂ. 20% ഇപ്പോഴും പെൻഡിങ് തന്നെയാണ്. അവിടുത്തെ ഫോട്ടോ ആരും കയറാൻ പറ്റും, നിങ്ങൾക്ക് കാണാതെ ഒരിക്കലും ഒരു കള്ളത്തരം പറയാല്ല, വേണം നോക്കാം, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേര് നിൽപ്പുണ്ട്, ആളിനുണ്ടെങ്കിൽ അത് അയപ്പിച്ചു തരാം. അവിടെ നമ്മൾ നോക്കും, ഈച്ച് ആൻഡ് എവരി പോയിന്റ് നോക്കണം. ഈ ലാൻഡ് ഏരിയ തന്നെ ഉണ്ടാവുന്നതാണ് കാരണം. 2 ദിവസം ഫോൺ റിങ് ചെയ്തിട്ട് വളരെയധികം നമുക്ക് വർക്ക് ചെയ്യാൻ സമ്മതിക്കണ്ടേ. വർക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ അവർ ചെയ്യുന്നില്ല, ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. നമ്മൾ ആരെങ്കിലും ഫോറസ്റ്റ് ലാൻഡ് കയറി ഇടിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇറക്കാനൊന്നുമില്ല. നമ്മളിത് അവിടെ നോക്കുമല്ലേ, അവർക്ക് നമ്മൾ ഈച്ച് ആൻഡ് എവരി നോക്കുമ്പോഴത്തേക്കല്ലേ നമുക്ക് സാധനം കിട്ടത്തുള്ളൂ. ഇത്ര വലിയ കല്ലുകളും ഇത്ര മണ്ണ് വീഴുമ്പോഴത്തേക്ക് ഇത് ഇത്ര ട്രക്ക് സ്പോട്ട് ചെയ്യാൻ എടുക്കണ്ടേ, അതിന് സമയം വേണ്ടേ. ഉത്തരാഖണ്ഡിൽ മറ്റേ ഓപ്പറേഷൻ എത്ര ദിവസങ്ങൾ നീണ്ടുണ്ട്, 17 ദിവസം നീണ്ട ഓപ്പറേഷൻ ഉത്തരാഖണ്ഡ്. ചില്ലിയൊക്കെ റെസ്ക്യൂ ഓരോരുത്തർ ചെയ്യുന്ന 66 ദിവസം എടുത്ത്. നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അവർ രാജ്യത്തൊക്കെ ചെയ്യുന്നത് 66-70 ദിവസം എടുത്ത്. റെസ്ക്യൂ ആണെങ്കിലും ആ ബോഡി റിക്കവറി ആണെങ്കിലും സമയം വേണ്ടേ. 5-ാം ദിവസം വൈകിട്ടാണ് വന്നത്. നിങ്ങൾ അറിയാലോ, കയറുമ്പോൾ എൻ്റെ ഇൻ്റർഫിയറൻസ് മനസ്സിലായില്ലേ. ഇവിടെ കയറുമ്പോൾ അടുത്ത അവിടെ പ്രശ്നം ഓരോ ബാരി കഴിയുമ്പോഴത്തെ SP കളക്ടർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ വിളിക്കാൻ മാത്രം സമയം പോകുന്നുള്ളൂ. ഇതിനിടയ്ക്കാണ് നിൽക്കുന്നത്. 10 മണിക്ക് കളക്ടർ ഓടിടും, 10-12 മണിയെ പോലീസുകാരൊന്ന് മുടക്കും. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ആഹാരം പോലും കഴിക്കാൻ പോലും ഓടുന്നില്ല. മഴ നനഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ഓരോ ബക്കറ്റ് കോരും തോറും അതിനകത്ത് ഒരു മെറ്റൽ പീസ് ഉണ്ടോ നോക്കിയാൽ കണ്ണ് ചിമ്മേതാണ് നിൽക്കുന്നത്. ഒരു 2 NDRF പേഴ്സൺസ് മാത്രം നല്ല അടിച്ചിട്ടുണ്ട്. പൃഥ്വി എന്നൊരു പയ്യനും, ഇത് ഹൈദരാബാദ് പയ്യനാണ് തോന്നുന്നത്. അപ്പോൾ അവർ മാത്രം 2 പേര് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓരോ ബക്കറ്റ് കോരുമ്പോൾ മെറ്റൽ പീസ് ഉണ്ടെന്ന് കണ്ണ് നോക്കുന്നത്. അത്രയ്ക്ക് നോക്കുന്നത്. നമ്മളെങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇതുകൊണ്ട് പറയാനുള്ളത്?